അങ്ങനെ ഒരാളെ ചെക്കപ്പിന് ഇപ്പൊ വന്ന് എന്തൊക്കെ മോണ്ടോ ടെസ്റ്റ് ചെയ്തപ്പോ ഓളെ കൗണ്ട് നോക്കിയോ? പാവം. ഇപ്പൊ ഒന്ന് ഓളെ കൗണ്ട് നോക്കി. പിന്നെന്തൊക്കെ ഓളെ കയ്യുമ്പോ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കി. ടെമ്പറേച്ചർ നോക്കിയപ്പോ ഗൈസ് താത്താക്ക് ടെമ്പറേച്ചർ ഇല്ല, പക്ഷെങ്കിൽ താത്താക്ക് പനിയുണ്ട്. ഇജ്ജ് പറഞ്ഞു കൊടുക്ക ശംന, എനിക്കറിയില്ല ഉള്ളില് പനി. എനിക്കറിയില്ല എന്താ നോക്കി കാര്യമായിട്ട് കയ്യുമ്പോ മറ്റേത് BP നോക്കി. എന്തൊക്കെ അമ്മായി ഓക്കെ? BP നോക്കി, പനി നോക്കി, പൾസും നോക്കി. ഒരു വലിയ നമ്മക്ക് അതൊന്നും അറിയില്ല. എന്നിട്ട് നമ്മളോട് ഇതൊക്കെ ചോദിച്ചാ BP പറഞ്ഞില്ലേ? BP പിന്നെ പണ്ടോട്ട് കേൾക്കണേ. ഞാനോ ഇതൊക്കെ പഠിച്ചല്ലേ? അങ്ങനെ അവിടെ കോട്ടാവുണ്ട്. ഓളോട് എന്തായിരുന്നു ഇന്ന് ഓള് തുള്ളിച്ചാടാൻ സാധ്യത ഉണ്ട്. ഒറ്റക്ക് തുള്ള ഞങ്ങൾ ഓർക്കാട്ടെ. താത്തപ്പോഴൊക്കെ നോർമലാണ്. രാത്രി ആയി കഴിഞ്ഞാലാണ് താത്ത പറയല് ഇങ്ങനെ താത്ത ഇങ്ങനെ വീട് ആവുമ്പോ. അപ്പൊ അതാണ് പോലും വന്ന് ചെക്ക് ചെയ്തത് ഇന്നലത്തെ മൈക്ക് ആവുമല്ല നോക്കാൻ. തുള്ളുവോ? ഒറ്റക്ക് തുള്ള, സിംഗിളായി തുള്ള, ഗ്രൂപ്പ് ഒന്നുമില്ല. സാമിനൊക്കെ എന്റെ മേത്ത് കറന്നോളും തുള്ളില്ല. സിംഗിളുള്ളൂ, ഗ്രൂപ്പില്ല. കസാലയിൽ ഇങ്ങനെ വറക്ക, ഓളിനെ കെട്ടിപ്പിടിച്ച് പുതപ്പ് തലയിൽ കൂടെ ഒക്കെ മൂടിക്കണം. എന്നിട്ട് ഓളിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിക്കുക. അതിന്റെ അടി കുറിച്ച് ശ്വാസം കിട്ടില്ല. അപ്പൊ ഞാൻ മേത്തു കൂടെ കടന്നു. പക്ഷെ എന്നാലും എന്റെ പറയല് അപ്പളാ നിക്കണുള്ളൂ, ചൂടാവുമ്പോ നിക്കാണ്. എന്താടെ കുട്ടനെ വളയൊക്കെയാണ്. ഓന്റെ രോഗം ഇപ്പൊ ഉറങ്ങാ, പാലുടിച്ച. എന്റെ ആലിപ്പോ കൊറേ EMI എടുക്കണം. അതിന്റെ ആലെന്താ ഉറങ്ങിച്ചാ പാല്. ഇവിടെ കണ്ടന്റ്, ഇവിടെ പാല് കണ്ടന്റ്. ഇവിടെ ജീവിതം അല്ലേ നമ്മളെ കയ്യിലല്ലേ? ജീവിതം ഓന് ഭയങ്കര പ്രാരാബ്ദം. പെണ്ണെട്ടി 10 കുട്ടികളുണ്ട്, 9 കെട്ടിച്ചണോ, 1 പഠിപ്പിച്ചാമണ്ണ. എന്തമ്മ പാട്? മകള് തുള്ളാൻ നിക്കണുള്ളൂ. തുള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സിംഗിൾ തുള്ളലുള്ളൂ ഇന്ന്. അമ്മായെ ഇന്ന് സിംഗിൾ തുള്ളലുള്ളൂ, ഗ്രൂപ്പില്ല. അല്ല ഇന്ന് നമുക്ക് ഒന്ന് ഉറങ്ങാൻ നോക്കാം. പായും പുറത്തൊക്കെ തുള്ളിക്കളി നമുക്ക് എന്താ സമന ശംനക്ക് വെച്ച അഞ്ചു കുളിക്കാൻ കുറിച്ച് പോയിട്ട് വരും. കണ്ട നോക്കി കുടിച്ചറിയില്ലേ? അപ്പൊ ഇജ്ജ് പറഞ്ഞല്ലേ ഒന്നും കൊണ്ട് കുടിച്ചിട്ടില്ലേ? ഒന്ന് കുടിച്ചാൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശംനക്ക് വെയ്യ. താത്താനെയാണ് ഇവിടെ അഡ്മിറ്റ് ആക്കി കടത്തിക്കണത്. മുടി താത്ത അഡ്മിറ്റ് ആക്കി കടത്തിക്കണത്. പക്ഷെങ്കില് ശംനക്കാണ് ഇപ്പൊ വെയ്യായി. അന്റീത്തെ മരുന്ന് അനുടുത്ത് കുടിച്ചില്ലടി. ഓന് തൊണ്ടവേദന. ആപ്പാപ്പ ഉറങ്ങിക്കണ കേട്ടോ. ആപ്പാപ്പന്റെ സ്റ്റിച്ച് ഇതാക്കില്ലേ ഗൈസ്? ഇതാണ് ആപ്പാപ്പന്റെ സ്റ്റിച്ച് അയച്ചിക്കണ് കയ്യിന്റെ. ഇത് ഇപ്പൊ അറിയണില്ലല്ലേ? അന്ന് കണ്ടപ്പോ നല്ല വ്യത്യാസം ഉണ്ടായില്ലേ? ഇപ്പൊ അറിയണില്ല സംഭവം സ്റ്റിച്ചിന്റെ അത് പാട് കിട്ടണുണ്ടല്ലേ? ഇപ്പൊ ഗൈസ് ആപ്പാപ്പൊക്കെ ഫുഡിന്റെ രീതി മാറ്റിക്കണ്, ഫുള്ള് വെജിറ്റേറിയൻ ആക്കിക്കണ്. അതുകൊണ്ട് തന്നെ എന്ത് എന്താ എടുക്കണ്ടേ? ആണോ? പറഞ്ഞോ. SK ഫ്രണ്ട്. അതിലെന്താ എന്റെ വ്ളോഗ്? ഒന്നുമില്ല, പൈസ അപ്പാപ്പന്റെ ഫുഡിന്റെ ഇതൊക്കെ കുറച്ചോണ്ട് തന്നെ അപ്പാപ്പക്ക് തടിക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടോ അമ്മായിയെ? അമ്മായിക്ക് വ്യത്യാസം ഉണ്ട് എന്തായാലും ഗൈസ്. അല്ല മക്കളെ, ഒരു മീൻചാറ് കൂട്ടിട്ട് ഇപ്പൊ ശരിയായി.
തുന്നു വെട്ടിയപ്പോ റെഡിയായി. പിന്നെ ഒരു ചിക്കൻ കറി കണ്ടിട്ട് മാസം രണ്ടാകാലേ ഒന്നും വേണ്ട. ആ ഒന്നും കൂട്ടാൻ പറ്റില്ല ഗൈസ്. അപ്പന്റെ അസുഖം മാറാൻ ഓല അങ്ങനെയൊക്കെ പറയണം. എവിടെ പോകുമ്പോ മന്തിന്റെ തിന്നണ ആളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്തിനാ തിന്നണേ, അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇല്ലോല് എന്താ കാട്ടുന്ന വെച്ചാല് ഇതിപ്പോ ഞങ്ങള് കെട്ടിച്ചോടത്ത് പോയി കഴിഞ്ഞാല് ഞങ്ങള് ഈ ഇറച്ചി മീനും തിന്ന് ഞങ്ങൾ ഓരോർക്ക് കയറാൻ പാടില്ല. കാരണം ഓല് പത്യത്തിൽ അങ്ങനെ നിക്കല്ലേ, ഞങ്ങള് കയറാൻ പാടില്ല. ഞങ്ങൾ അവിടെ പോയാൽ തിന്നിട്ട് രണ്ടാമത്തെ ദിവസമോ പിറ്റേ ദിവസമൊക്കെ ചെല്ലാൻ പറ്റുമോ. അങ്ങനെയാണ് അവിടെ എല്ലാവരും ഉറങ്ങിയ താത്ത തീരെ തിന്നാതെ നിക്കണില്ല. താത്ത എപ്പോഴാണൊന്ന് നീച്ചു വരുന്നത് അല്ലേ? നമ്മുടെ ചെറുക്കം കണ്ടില്ലേ ഗൈസ്, കടന്നുറങ്ങണുണ്ട്. ഒന്നും അറിയണില്ല. ഇവിടെ എന്താ നടക്കണേ പോലും എനിക്ക് അറിയണില്ല അല്ലേ? കണ്ണ് തുറന്ന കൊറേ ദുരന്തങ്ങളുണ്ട് കേട്ടോ. അവിടെ നോക്കിയാൽ അപ്പൊ കുട്ടി വല്ല കഴിച്ചോളെ ഈ ദിവസം കഴിച്ചോളെ ആ മരുന്നും കൊടുത്തുകൊണ്ട് അപ്പൊ അറിയാലോ നമുക്ക്. അപ്പത്തിന് ഞാൻ മണ്ണൂര് പോകാവോ? മണ്ണൂര് പോകാവോ? ഞാൻ പച്ചക്കറി ഇറച്ചി പച്ചക്കറി തിന്നാൻ വയ്ക്കണില്ലമ്മ. നമ്മളൊക്കെ പറഞ്ഞ് പച്ചക്കറി തിന്നാ പറച്ചിലൊന്നുള്ളൂ. പച്ചിലല്ലേ കജൂര ഞാൻ അവിടെ പോയി നുള്ളി തിന്നു. പോയെന്തേലും മീന് രണ്ടാഴ്ച കഴിഞ്ഞ് മീൻ കടയൊക്കെ കിട്ടിയപ്പോണ്ടല്ലോ. അപ്പൊ എന്താ ഫുഡ് ഉണ്ടാക്കുന്ന ആരടി അറിയാതെ പിറ്റേ ദിവസം പത്തിരി പോയി കളയാ. അല്ല താത്താക്ക് എന്ത് തിന്നാനൊന്നും ബുദ്ധിയാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. ഓഫർ കഴിഞ്ഞു ആ പള്ളിയിൽ ഉണ്ടാവുള്ളാണ്. എവിടെയാണോ ചെറുക്കം? ആ ഇവിടെ പെരും ചിരി എന്താ വെച്ചാല് ഷംന ഇവിടെ പായിച്ച് നിലത്ത് ഡബ്ല്യു ആയി കിടക്കുന്നുണ്ട്. എന്തായാലും ഉറങ്ങിയിട്ടില്ല. അതിന് പകരം സ്ഥലല്ല എന്താണ് ഇവിടെ നിലത്ത് കിടക്കട്ടോ. ഇന്നലത്തെ ഉറക്കത്തിന്റെ ക്ഷീണൊക്കെ ഒന്ന് അകറ്റാൻ നിന്ന് കിടക്കുന്നു. എന്താ സംനാജി കളമാര് പോകാനാതിരി പുറത്ത് മൂടി നടക്കണ. ഞങ്ങള് പോണ കേസ് ഞാനും മമ്മി അനു ഇവിടെ ഉണ്ടാവും. പോവല്ലേ? അമ്മായി പോണില്ല. അമ്മായി ഇടക്കാണ്. പിന്നെ ഓള് ഡബ്ല്യു ഇസഡ് എന്തേലും ആയിക്കോട്ടെ. ഉറങ്ങിക്കോട്ടെ. അമ്മായി എന്നാലും ഉറങ്ങിയിട്ടില്ലേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. പൊക്കം വലിച്ചിട്ട് ഐഡിയ ചോദിച്ചു കൺമശിയൊക്കെ ഇട്ടിട്ടാണോ ഉറങ്ങണേന്ന് ചോദിച്ചപ്പോ ആണ് കണ്ണുറക്കണ. ഞാൻ ചൂട്ടി നോക്കാനൊക്കെ ഇവിടെ ഞാൻ ഉറങ്ങുന്നില്ല ഇവിടെ. ഏതായാലും സമാധാനം കിട്ടിയത്. ഇനി നാളെ ഡിസ്ചാർജ് അല്ലേ? ഇനി വരണമെന്നില്ല. മഞ്ഞ നോക്കിട്ടാണോരോ ഉറപ്പിണ്ടാവില്ല. ഞാൻ പോയി കണ്ടിട്ട് മഞ്ഞനായിട്ട് തോന്നില്ലേ? വൈകുന്നേരം 6 മണിക്കാണോ അല്ലെ മഞ്ഞ നോക്കുക. അപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞാൽ കുട്ടിക്ക് മഞ്ഞ മേത്ത് വരുമല്ലോ. 48 മണിക്കൂർ അതെ, 3ാമത്തെ ദിവസം നാളെ 3ാമത്തെ ദിവസമില്ല. തട്ടുകടയിൽ മേലെ ഷാളി വണ്ടിമ പോകുമ്പോ തണുപ്പാണേ, നല്ല തണുപ്പാണ് പുറത്ത്. ഞാൻ പോയിക്കോളി. അനു പോണില്ല അല്ലേ? അനുണ്ടോ? ഉറങ്ങാതെ നേരം ചില്ലൊക്കെ നല്ല പോയി. കോയിക്കില്ല വേസ്റ്റ് ചോറില്ലേ? എവിടെ പോയാലും പിന്നെ വേസ്റ്റ് ഉണ്ടോ? ഹോട്ടലിൽ കൊറേ കടലാസവും കവറും ഉണ്ടോ? അല്ല ഇതിലില്ല കൊണ്ടോണ് ഇവിടുന്ന്
അത് ആഴ്ചയുടെ കൂട്ടിക്ക് അവിടെ തട്ടിട്ടാ മതി ബാക്കി അത് കത്തിച്ചറിഞ്ഞോളൂ മറ്റൊരു കുട്ടിയുടെ മറ്റൊരു കിട്ടും നിങ്ങളൊന്നും കാട്ടണേ ഞാൻ പ്രത്യേകം വരില്ല ഇതല്ലെങ്കിൽ ഉണ്ടല്ലോ ആ നെറ്റിട്ടില്ലേ എനിക്ക് കിട്ടും അല്ലേ ഈ ഭാഗത്തും അല്ലേ രാവിലെ ചായയൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആ താത്ത പോയി ആയിക്കോട്ടെ